പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കഴിഞ്ഞ ജനുവരി 5-ാം തീയതി പുറപ്പെടുവിച്ച 10ാമത്തെ ഇടക്കാല ഉത്തരവിലൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് 6 ആഴ്ച കൂടി അന്വേഷണത്തിന് സമയം അനുവദിച്ചിരിക്കുകയാണ്. 6 ആഴ്ചകൾ അനുവദിച്ചുകൊണ്ട് ഉള്ള ഉത്തരവാണ് ജനുവരി 5-ാം തീയതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ ഉത്തരവിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിർണായകമായി പറയുന്ന ഒരു ഭാഗമുണ്ട്. നിർണായകമായിട്ടുള്ള ഒരു ഭാഗം. ആ ഭാഗം VSSC എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു പരിശോധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. അത് ഈ വിധിന്യായത്തിലെ 3-ാം പേജിൽ പറയുന്നത്, ഇൻ ടേംസ് ഓഫ് ഡയറക്ഷൻസ് ഇഷ്യൂഡ് ബൈ ദിസ് കോർട്ട് ടു കണ്ടക്ട് എ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ടു അറൈവ് അറ്റ് എ ഡെഫിനിറ്റ് കൺക്ലൂഷൻ റിഗാർഡിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് ഗോൾഡ് ക്ലാഡ് ഇൻ 1998. അതായത് ഈ കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ 1998 എത്ര അളവ് സ്വർണം പൊതിഞ്ഞു എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു കൺക്ലൂഷനെത്തുന്നതിന് വേണ്ടി, ഒരു നിഗമനത്തിലെത്തുന്നതിന് വേണ്ടി ഒരു ശാസ്ത്രീയ പരിശോധന നടത്തണം എന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. അത് 1998 എത്രത്തോളം സ്വർണം പൊതിഞ്ഞു എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രമല്ല, ആൻഡ് ടു അസർട്ടൈൻ വെദർ ദി ഒറിജിനൽ ഗോൾഡ് ക്ലാഡ് പ്ലേറ്റ്സ് വെർ റീപ്ലേസ്ഡ് വിത്ത് ഗോൾഡ് പ്ലേറ്റഡ് വൺസ്. അതായത് 1998 എത്ര ക്വാണ്ടിറ്റി ഗോൾഡ് സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ളതും, ഒപ്പം തന്നെ യഥാർത്ഥത്തിൽ പൊതിഞ്ഞ സ്വർണത്തിന് പകരം പുതിയ സ്വർണം അവിടെ റീപ്ലേസ് ചെയ്തോ അതിന് പകരം വെച്ചോ എന്നീ 2 കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആൻഡ് സാമ്പിൾസ് ഹാവ് ബീൻ കളക്ടഡ് ഫ്രം ദ ഒറിജിനൽ പ്ലേറ്റ്സ് അറ്റ് സന്നിധാനത്തിലെ യഥാർത്ഥ പാളികളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു. ആൻഡ് സയൻറ്റിഫിക് ടെസ്റ്റ് ആർ ബീയിങ് കണ്ടക്റ്റഡ് അറ്റ് ദി വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ. അങ്ങനെ സാമ്പിൾ ശേഖരിക്കുകയും അത് സംബന്ധിച്ചിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSCയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിൻസ് ദ നേച്ചർ ഓഫ് ദി എക്സാമിനേഷൻ ഈസ് വെരി സെൻസിറ്റീവ് ആൻഡ് കോംപ്ലക്സ്, വളരെ സെൻസിറ്റീവും വളരെ സങ്കീർണവുമായതുകൊണ്ട് ആണ് പരിശോധന എന്നുള്ളതുകൊണ്ട് all efforts are being carried out by the scientists but to carry out the test in the most comprehensive manner. വളരെ സമഗ്രമായി ഈ പരിശോധന നടത്തുന്നതിന് വേണ്ടി ശാസ്ത്രജ്ഞന്മാർ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. The results have not yet been obtained. അതിൻ്റെ പരിശോധനാ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നിട്ട് കോടതി ഈ പരിശോധനാ ഫലം എത്ര നിർണായകമാണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തെ ഏറ്റവും നിർണായകമായി സ്വാധീനിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് ഈ VSSCയിൽ നടക്കുന്ന പരീക്ഷണവും അതിൻ്റെ ഫലവും. അത് സംബന്ധിച്ച് കോടതി പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദ ഔട്ട്കം ഓഫ് ദീസ് ടെസ്റ്റ് ഈസ് ഓഫ് കൺസിഡറബിൾ സിഗ്നിഫിക്കൻസ്. വളരെ നിർണായകമാണ് ഈ പരിശോധനയുടെ ഫലം. ആസ് ഇറ്റ് ഈസ് ലൈക്ലി ടു ഷെഡ് ആംബിൾ ലൈറ്റ് ഓൺ ദി മാനർ ഇൻ വിച്ച് ദ ഗോൾഡ് വാസ് സർറപ്റ്റീഷ്യസ്ലി റിമൂവ്ഡ്, റീപ്ലേസ്ഡ് ഓർ മിസ്അപ്രോപ്രിയേറ്റഡ്. അതായത് ഈ പരിശോധനയുടെ ഫലം വളരെ നിർണായകമാണ്. കാരണം അത് ഈ ഗോൾഡ് രഹസ്യാത്മകമായി അവിടുന്ന് എടുത്തു മാറ്റുകയോ അല്ലെങ്കിൽ തിരിച്ചു വെക്കുകയോ അല്ലെങ്കിൽ അതിൽ ക്രമക്കേടുകൾ നടത്തുകയോ ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യത pursuant to a premeditated and concerted design by individuals who are entrusted with the custody and protection of the valuables of the deity. അതായത് ഈ ഭഗവാന്റെ അമൂല്യമായിട്ടുള്ള ഈ സ്വർണ്ണപ്പാളികളുടെ സംരക്ഷണവും അതിൻ്റെ കസ്റ്റഡിയും നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ മുൻകൂട്ടി
ഈ ശ്രീകോവിലിലെ സ്വർണം സറപ്റ്റീഷ്യസ്ലി, അതായത് രഹസ്യാത്മകമായി എടുത്തു മാറ്റുകയും തിരിച്ചു വെക്കുകയോ അല്ലെങ്കിൽ ക്രമക്കേട് നടത്തുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള വിഷയത്തിൽ വെളിച്ചം വീശുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് VSSCയിൽ നടക്കുന്ന അന്വേഷണം വളരെ നിർണായകമാണ് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടെ വായിക്കുക ആ സെൻറ്റൻസ്. ദ ഔട്ട്കം ഓഫ് ദീസ് ടെസ്റ്റ്, അതായത് VSSCയിൽ നടക്കുന്ന ടെസ്റ്റ്, ഈസ് ഓഫ് കൺസിഡറബിൾ സിഗ്നിഫിക്കൻസ് as it is likely to shed ample light on the manner in which gold was surreptitiously removed, replaced or misappropriated pursuant to a premeditated and concerted design by individuals who were entrusted with the custody and protection of the valuables of the deity. അപ്പോൾ എത്ര നിർണായകമാണ് VSSCയിൽ നടക്കുന്ന ഈ പരിശോധന എന്നതാണ് ഈ വാചകത്തിലൂടെ കോടതി പറഞ്ഞിരിക്കുന്നത്. അതെന്ത് കണ്ടുപിടിക്കാനാണെന്നുള്ളതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് ഈ അന്വേഷണത്തെ ഏറ്റവും നിർണായകമായി സ്വാധീനിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സുഹൃത്തുക്കളെ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എനിക്ക് ഗൗരവതരമായിട്ടുള്ള ചില വിഷയങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനുള്ളത്. ഈ VSSC എന്ന് പറയുന്ന വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് തുമ്പയിലുള്ള ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ആ സ്ഥാപനത്തിൽ CPM എന്ന് പറയുന്ന ഈ പാർട്ടിക്കുള്ള സ്വാധീനം എത്രത്തോളമുണ്ട് എന്നത് ഇതുവരെ ചർച്ചയിൽ വന്നിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പതിറ്റാണ്ടുകളായി തിരുവനന്തപുരത്ത് തുമ്പയിൽ പ്രവർത്തിക്കുന്ന VSSC എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് ആഴത്തിലുള്ള സ്വാധീനമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ CPM തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ പേര് കുറേ കാലമായി കേട്ടുകൊണ്ടിരുന്ന ഓർമ്മയില്ലേ? ശ്രീമാൻ VK ജോസഫ്. VSSCയിലെ ഉയർന്ന ഉദ്യോഗത്തിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ളതാണ്. ഈ VSSCയിൽ എല്ലാ തലത്തിലും CPMന് സുസംഘടിതമായിട്ടുള്ള സംഘടനകളുണ്ട്. ഏറ്റവും താഴത്തെ തട്ടിലെ സംഘടനകളുണ്ട്, ശാസ്ത്രജ്ഞന്മാരുടെ മേഖലയിലെ സംഘടനകളുണ്ട്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വളരെ സുസംഘടിതമാണ് CPMൻ്റെ VSSCയിലുള്ള സാന്നിധ്യം എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയൂ. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത് CPM ഇതിനു മുമ്പ് VSSCയുടെ ചെയർമാനായിട്ടിരുന്ന സോമനാഥ്, അദ്ദേഹത്തിനുള്ള CPM പശ്ചാത്തലം അല്ലെങ്കിൽ ഇടത് പശ്ചാത്തലം, അതിനെക്കുറിച്ചിട്ട് ഞാൻ ഇന്നലെ മനസ്സിലാക്കി. ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കും ഇടത് പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവരൊക്കെ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കേണ്ടതുള്ളത് കൊണ്ട് അവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നേ ഉള്ളൂ. കാരണം അങ്ങനെ അല്ലാതെ അവർക്ക് അവിടെ തുടരാൻ കഴിയില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ താല്പര്യ സംരക്ഷണം, അവരുടെ പ്രൊമോഷൻ, അവരുടെ ട്രാൻസ്ഫർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെൻറ് മോദി സർക്കാർ തീരുമാനിക്കുന്നുണ്ട്. മോദി സർക്കാരിന് അനുകൂലമായി നിൽക്കുമെങ്കിലും ഇപ്പോൾ ഉള്ള ചെയർമാനും മുൻ ചെയർമാനും ഒക്കെ തന്നെ ഇടതുപക്ഷ പശ്ചാത്തലമുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ശാസ്ത്രജ്ഞന്മാരുടെ കാര്യത്തിലും സംഘടന CPMനുണ്ട്, വലിയ സ്വാധീനം CPMനുണ്ട്. അവിടെയൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരുപാട് കോൺഗ്രസ്സുകാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ ഒക്കെ ഇപ്പം മോഡിയുടെ താല്പര്യക്കാരായി മാറിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ അവരുടെ ഉയർച്ചാ സാധ്യതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെടുക്കുന്ന സമീപനങ്ങളാണെങ്കിലും VSSCയിൽ CPM എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ശാസ്ത്രജ്ഞന്മാരുടെ തലത്തിലൊക്കെ തന്നെ വലിയ സ്വാധീനമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ ഞാനത് പുറമെ പറയുന്നില്ല. വലിയ സ്വാധീനമാണ്. ഈ സ്വാധീനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ VSSCയിൽ നടക്കുന്ന ഈ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണത്തിൻ്റെ പരിശോധന സംബന്ധിച്ച് എനിക്ക് ചില സംശയങ്ങൾ ഉണ്ടാവുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണം ആയിട്ട് വരികയാണ്. ഇതിൻ്റെ ഫലമാണ് ഈ അന്വേഷണത്തിൻ്റെ വിഗതികളെ സ്വാധീനിക്കാൻ പോകുന്നത്. ഈ പരിശോധന, ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് റിസൾട്ട് അല്ല ഇതിൽ നിന്ന് വരാൻ പോകുന്നത്. പൂർണ്ണമായിട്ടും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ളൊരു ടെസ്റ്റ് റിസൾട്ട് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഇത് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ളൊരു ടെസ്റ്റ് റിസൾട്ട് മാത്രമല്ല, ഇതിനകത്ത് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ്റെ ഒരു ഭാഗവും കൂടിയുണ്ട്. ഹ്യൂമൻ ഇൻ്റർവെൻഷൻ്റെ ഭാഗവും ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർന്നിട്ടാണ് ഈ റിസൾട്ട് വരാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഇതിനകത്ത് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻഗ്രീഡിയൻ്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ അസ്വാഭാവികമായി നടന്നേക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഒരു സംശയം ഞാൻ ഉയർത്തുകയാണ്. കാരണം ഈ റിസൾട്ടാണ് ഈ അന്വേഷണം എങ്ങോട്ടാണ് എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ചിട്ട് തീരുമാനം എടുക്കാൻ പോകുന്നത്. കാരണം ഈ ഹൈക്കോടതി പറയുന്നതാണ് ഇത് വിൽ ഷെഡ് ആംബിൾ ലൈറ്റ് ഓൺ ദ മാനർ ഇൻ വിച്ച് ദ ഗോൾഡ് വാസ് സർറപ്റ്റീഷ്യസ്ലി റിമൂവ്ഡ്, റീപ്ലേസ്ഡ് ഓർ മിസ്അപ്രോപ്രിയേറ്റഡ്. അത് ഇതിലൂടെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അന്വേഷണം ഏറ്റവും നിർണായകമാണ്. കള്ളന്മാരാരാണെന്ന് വരാൻ പോകുന്നത് ഇതിനകത്തുകൂടിയാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുന്ന ഇൻവോൾവ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ ഇതിലെന്തെങ്കിലുമൊക്കെ തിരിമറി നടത്താനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ആരോപണം മാത്രമാണ്. എന്നാലും ഞാൻ അത് പ്രേക്ഷകരുടെ മുന്നിലും ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലും ഞാനത് അവതരിപ്പിക്കുകയാണ്. കാരണം VSSയിലുള്ള CPMൻ്റെ സ്വാധീനം എന്താണെന്ന് ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. വളരെ ആഴത്തിലുള്ള സ്വാധീനം എല്ലാ തലത്തിലും VSSയിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെ എനിക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഞാനിപ്പോൾ പുറത്ത് പറയുന്നില്ല. ഒരുപാട് വിവരങ്ങൾ ഞാൻ അതുമായിട്ട് ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് പറയാനുള്ളത്, ഈ അന്വേഷണം നെഗറ്റീവാണെങ്കിൽ, ഈ അന്വേഷണം ഒരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് വരുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടി എടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും കേരളത്തിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും ഈ പറഞ്ഞ പോലെ ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംവിധാനം VSSC ആണ് എന്നുള്ള കാര്യത്തിൽ ഏറെ തർക്കവുമില്ല. പക്ഷേ ഈ ഫലം പൂർണ്ണമായി ഓട്ടോമേറ്റഡ് മാത്രമല്ല, അതിൽ ഹ്യൂമനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയുണ്ട്. ആ ഭാഗത്ത് CPMനുള്ള സ്വാധീനം വളരെ വലുതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് എന്ന് മാത്രമല്ല, ആ ഫലം ഈ തിരിമറി നടന്നിട്ടുണ്ട്, കൃത്രിമം നടന്നിട്ടുണ്ട് എന്നാണ് റിസൾട്ട് വരുന്നതെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് CPMനെയും സർക്കാരിനെയുമാണെന്ന് നമ്മൾ ഓർത്തോണം. കാരണം ഇപ്പോൾ തന്നെ CPMന് തലേ തുണിയിട്ട് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ തന്നെ ഉള്ളത്. ആ പശ്ചാത്തലത്തിൽ ആണ് ഒരു അട്ടിമറി സാധ്യത ഞാൻ മുൻകൂട്ടി കാണുന്നത്. അതുണ്ടാകുമെന്നൊന്നും ഞാൻ അങ്ങ് ഉറപ്പിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഞാനൊരു സംശയം ഞാൻ പൊതുമണ്ഡലത്തിൻ്റെ മുന്നിൽ, എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുകയാണ്. അതുകൊണ്ട് പ്രേക്ഷകരും അതോടൊപ്പം തന്നെ കോടതിയും വളരെ ഗൗരവമായി ഈ വിഷയത്തെ കാണണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഒരു അട്ടിമറിയും നടന്നിട്ടില്ല എന്നുള്ള റിസൾട്ടാണ് വരുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി ഏതെങ്കിലും കേരളത്തിന് പുറത്തുള്ള ഇതുപോലെയുള്ള ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള സംവിധാനങ്ങളുള്ള ഏതെങ്കിലും ഒരു ലാബോറട്ടറിയിലും കൂടി ഈ വിഷയം ഒന്ന് പരിശോധിച്ചിട്ട് മാത്രമേ അന്തിമമായിട്ടുള്ള തീരുമാനത്തിലെത്താവൂ എന്നുള്ള ഒരു അഭിപ്രായം ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ പ്രേക്ഷകരുടെ മുന്നിലും ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലും വെക്കുകയാണ്.